MDMA കേസിൽ പേരാമ്പ്ര BRCയിലെ 3 അധ്യാപകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ആളുകൾ എല്ലാവരും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ്. അത് സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. സമൂഹത്തിൽ മാതൃക കാണിക്കേണ്ട അധ്യാപകരാണ് ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത്. ഞങ്ങൾ പറയുന്നു, ഇതിനൊരു സമഗ്രമായ അന്വേഷണം നടത്തിയാൽ ഇനിയും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വലിയ ആളുകളുണ്ട്. ഇതിൽ ഞങ്ങൾ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ വശം എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് വിദേശ യാത്രകൾ ഇവർ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം സർക്കാരിൻ്റെ അറിവോട് കൂടിയാണോ എന്ന് കഴിഞ്ഞ സർക്കാർ ഇവരെ അന്വേഷിച്ചിട്ടില്ല. ഈ ജോലിയിൽ വീഴ്ച വരുത്തി എന്ന് കാണിച്ച് ഈ അധ്യാപകർക്കെതിരെ DRCയിൽ പലതവണ പരാതി നൽകിയിരുന്നു. അതൊന്നും DRC വകവെക്കാതിരിക്കുക, തള്ളിക്കളയുകയായിരുന്നു. മുമ്പ് പല സ്കൂളുകളിൽ നിന്നും ഈ അധ്യാപകന്മാർക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. പക്ഷേ പേരാമ്പ്ര BPC ആ BPC DPCക്ക്, അതായത് ജില്ലാ കോർഡിനേറ്റർക്ക് ഇതിൻ്റെ പരാതി പോയിട്ട് പോലും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. പേരാമ്പ്ര BRCയെ കുറിച്ചുള്ള അന്വേഷണം വേണം. പന്തലായനിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണം വേണം. അതുപോലെ തന്നെ കോഴിക്കോട് പഴയ BPC എന്തുകൊണ്ടാണ് ഇവരെ സംരക്ഷിച്ചത്? അവരാർക്കെങ്കിലും എന്തെങ്കിലും ഇത് കൊടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പേരാമ്പ്ര BPC ആരെയാണ് ഭയപ്പെടുന്നത്? ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ച സമയത്ത് അവരെന്തൊക്കെയോ മറച്ചു വെക്കുകയാണ്. അവർ എന്തോ പേടിയിൽ നിൽക്കുകയാണ്. ഇത് കൃത്യമായും CPMൻ്റെയും അതുപോലെ തന്നെ പോഷക ഘടകങ്ങളുടെയും ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിവരം നടക്കുന്നത്. പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു PET അധ്യാപകൻ ഉണ്ടായിരുന്നു, മുൻ PET അധ്യാപകൻ. അദ്ദേഹത്തിനെ പിടിച്ചു, മാത്രമല്ല അവരെ സസ്പെൻഡ് ചെയ്തു, അവരെ ഡിസ്മിസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യവും ഇതൊക്കെ കണക്റ്റഡ് ആണ് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിലൊരു സൂപ്പർ പവർ ഉണ്ട്. നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൂപ്പർ പവറിനെ നമുക്ക് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇവർ ലഹരി കൊടുത്തിട്ടുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ടോ? അതോ അങ്ങനെ സംശയിക്കുന്നുണ്ടോ? ഈ അധ്യാപകർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കൗൺസിലിംഗിലൂടെ മാത്രമേ മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കൃത്യമായ ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കൗൺസിലിങ്ങിലൂടെ എന്തെങ്കിലും വിവരങ്ങൾ ഈ മക്കളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ ഇതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കാം. അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 3 അധ്യാപകരും അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി കൃത്യമായി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം കൂടി വേണമെന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. പേരാമ്പ്രയിൽ നിന്നും ജസ്റ്റിൻ മാത്യുവിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.